Hello dear students. VHSC second year Dairy Farmer Entrepreneur കോഴ്സിലെ യൂണിറ്റ് 1 ചാപ്റ്റർ 7. ചാപ്റ്ററിൻ്റെ പേര് ടേക്ക് കെയർ ഡ്യൂറിങ് പ്രഗ്നൻസി, മാനേജ്മെൻറ്റ് ഓഫ് പ്രഗ്നൻ്റ് ആനിമൽസ്. ഒരു പ്രഗ്നൻ്റ് കാറ്റലിനെ എങ്ങനെ ശാസ്ത്രീയമായി പരിപാലിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ വിശദമായി പഠിക്കാം. കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പ്രഗ്നൻ്റ് ആനിമൽസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒബ്ജക്റ്റീവ്സ്, അതായത് ഒരു ഗർഭിണിയായ പശുവിൻ്റെ അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ ഹീഫർ അഥവാ കിടാരിയുടെ പരിപാലനത്തിൽ നമ്മൾ ഇത്രയും ശ്രദ്ധ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അടുത്തത് കൺസെപ്ഷൻ മാനേജ്മെൻറ്റ്. ഒരു കാറ്റലിൻ്റെ ഗർഭധാരണം എങ്ങനെയാണ്? അത് ഫാമിൻ്റെ പ്രോഫിറ്റ് അഥവാ ലാഭത്തെ എങ്ങനെ ബാധിക്കുന്നു? അടുത്തതായി പ്രഗ്നൻസി ഡിറ്റർമിനേഷൻ. ഒരു പശു അല്ലെങ്കിൽ ഒരു ഹീഫർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നെക്സ്റ്റ് വൺ, ന്യൂട്രീഷണൽ മാനേജ്മെൻറ്റ്. ഒരു ഗർഭിണി പശുവിൻ്റെ ആഹാരക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഹൗസിംഗ്, അവയുടെ പാർപ്പിട സൗകര്യം ഒരുക്കേണ്ടത് എങ്ങനെ? നെക്സ്റ്റ്, ഹെൽത്ത് മാനേജ്മെൻറ്റ്. ഒരു പ്രഗ്നൻ്റ് കാറ്റലിൻ്റെ ആരോഗ്യകാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അവസാനമായി പാർച്ചുറിഷൻ മാനേജ്മെൻറ്റ്. പശുവിൻ്റെ പ്രസവ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ഓരോ പോർഷനും നമുക്ക് വിശദമായി നോക്കാം. ഒരു പ്രഗ്നൻ്റ് കാറ്റലിന് നമ്മൾ വളരെയധികം പരിചരണം കൊടുക്കേണ്ടതിൻ്റെ ലക്ഷ്യങ്ങൾ അഥവാ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പ്രഗ്നൻസി അറ്റ് ടേം. ഗർഭകാലത്ത് പശുവിന് അബോർഷനോ മറ്റ് അസുഖങ്ങളോ വരാതെ പശുവിൻ്റെ അല്ലെങ്കിൽ കിടാരിയുടെ ഗർഭകാലം വിജയകരമായി പൂർത്തീകരിക്കുക. സെക്കൻഡ് പോയിന്റ്, ബർത്ത് ഓഫ് ഹെൽത്തി കാഫ് വിത്ത് ഒപ്റ്റിമൽ ബർത്ത് വെയ്റ്റ്. നല്ല ആരോഗ്യവും ശരീരഭാരവുമുള്ള കന്നുകുട്ടികളുടെ ജനനം. നല്ല വളർച്ചയോടും ശരീരഭാരത്തോടും പ്രസവിക്കുന്ന കന്നുകുട്ടികളിൽ പൊതുവെ രോഗവും മരണനിരക്കും കുറവായിരിക്കും. നല്ല പശുക്കിടാങ്ങളാണ് പിന്നീട് ആരോഗ്യവും മികച്ച ഉൽപ്പാദനശേഷിയുമുള്ള പശുക്കളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ലഭിക്കുന്ന പരിചരണം വളരെ പ്രാധാന്യമുള്ളതാണ്. തേർഡ് പോയിന്റ്, ടു ഓപ്റ്റിമൈസ് ഹെൽത്ത്, ലാക്ടേഷൻ, റീപ്രൊഡക്റ്റീവ് പെർഫോമൻസ് ഓഫ് ദ ആനിമൽ. പ്രസവിക്കുന്ന പശുക്കളുടെ ആരോഗ്യം, തുടർന്നുള്ള കറവ, പ്രത്യുൽപാദന ശേഷി എന്നിവ നിലനിർത്തുന്നതിൽ ഗർഭകാല പരിചരണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കൺസെപ്ഷൻ മാനേജ്മെൻറ്റ്. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗർഭധാരണം. ലാഭകരമായി ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുന്നതിൽ പശുക്കളുടെ ഗർഭധാരണത്തിനുള്ള പങ്ക് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാലുൽപാദനം എപ്പോഴും ഒരുപോലെയാണോ? അല്ല അല്ലേ? ഒരു കറവക്കാലം അഥവാ ലാക്ടേഷൻ പീരീഡിലെ മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഗ്രാഫ് നോക്കൂ. ആദ്യം പാലുൽപാദനം കൂടിക്കൂടി വരികയും മാക്സിമം പ്രൊഡക്ഷൻ അഥവാ ആ പശുവിൻ്റെ മാക്സിമം ഉൽപാദന ശേഷിയിലെത്തുകയും ചെയ്യും. ഈ മാക്സിമം മിൽക്ക് ഈൽഡിനെയാണ് പീക്ക് ഈൽഡ് എന്ന് പറയുന്നത്. ഈ മാക്സിമം ഉൽപാദനം കുറച്ചുനാൾ നീണ്ടു നിൽക്കുകയും അത് കഴിഞ്ഞ് മിൽക്ക് പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ക്രമേണ പാലുൽപാദനം വളരെ കുറയുന്നു. അപ്പോൾ ഒരു പശുവിൻ്റെ കറവക്കാലത്തെ അഥവാ ലാക്ടേഷൻ പീരീഡിനെ നമുക്ക് 3 ഘട്ടങ്ങളായി തിരിക്കാം. പാലുൽപാദനം കൂടിക്കൂടി വന്നിട്ട് പീക്ക് ഈൽഡിലെത്തുന്ന ആദ്യത്തെ ഘട്ടത്തെ ഏർലി ലാക്ടേഷൻ പീരീഡ് എന്ന് പറയാം. പീക്ക് ഈൽഡ് അല്ലെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ കുറച്ചുനാൾ നിലനിൽക്കുകയും ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യുന്ന രണ്ടാമത്തെ ഘട്ടത്തെ മിഡ് ലാക്ടേഷൻ എന്നും മിൽക്ക് പ്രൊഡക്ഷൻ കുറയുന്ന അവസാന ഘട്ടത്തെ ലേറ്റ് ലാക്ടേഷൻ എന്നും പറയാം. ഒരു പശുവിൻ്റെ ലാക്ടേഷൻ പീരീഡിൽ എത്ര ഘട്ടങ്ങളാണുള്ളത്? 3 ഘട്ടങ്ങൾ. ഏതൊക്കെയാണ്? ഏർലി ലാക്ടേഷൻ, മിഡ് ലാക്ടേഷൻ ആൻഡ് ലേറ്റ് ലാക്ടേഷൻ. ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞ് പാലുൽപാദനം മാത്രം നോക്കി അതിൻ്റെ കറവ നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. കാരണം ഈ ലേറ്റ് ലാക്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഏകദേശം 1 വർഷമാകുമ്പോഴേക്കും എത്ര നല്ല രീതിയിൽ ആഹാരം കൊടുത്താലും പാലുൽപാദനം നന്നേ കുറയുകയും പശു വളർത്തൽ ലാഭകരമല്ലാതെ വരികയും ചെയ്യും. ഇതിനെന്താണ് ഒരു പരിഹാരം?
ഒരു ഡയറി ഫാം പ്രോഫിറ്റബിളായി നടത്തണമെങ്കിൽ ഒരു പശു വർഷത്തിൽ ഒരു പ്രാവശ്യം പ്രസവിക്കണം. ഇപ്പോഴത്തെ ഫാമിംഗ് കൺസെപ്റ്റ് അനുസരിച്ച് പാലല്ല, കന്നുകുട്ടിയാണ് ഡയറി ഫാമിലെ പ്രധാന ഉൽപ്പന്നം. അതായത് ബർത്ത് ഓഫ് 1 calf per year, ഒരു വർഷത്തിൽ ഒരു കന്നുകുട്ടിയുടെ ജനനം. ഇതെങ്ങനെ സാധ്യമാകും? അതിന് ചെയ്യേണ്ടത്, ഒരു പശു പ്രസവിച്ചതിന് ശേഷം അടുത്ത 2-3 മാസത്തിനുള്ളിൽ വരുന്ന മതിചക്രത്തിൽ പശുവിനെ വിജയകരമായി ഇൻസെമിനേറ്റ് ചെയ്ത് പശു അടുത്ത ഗർഭകാലത്തിലേക്ക് കടന്നിരിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ കറവ അവസാനിക്കാറാകുമ്പോഴേക്കും പശു അടുത്ത പ്രസവത്തോടടുക്കുകയും പ്രസവിക്കുകയും നെക്സ്റ്റ് ലാക്ടേഷനിലേക്ക് കടക്കുകയും ചെയ്യും. അത് പ്രകാരം ഒരു പശുവിന് ഒരു വർഷത്തിൽ, അതായത് 365 ദിവസത്തിൽ 305 ദിവസം കറവക്കാലവും, അതായത് ലാക്ടേഷൻ പീരീഡും 60 ദിവസം വറ്റുകാലവും, അതായത് ഡ്രൈ പീരീഡുമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ലാക്ടേഷൻ പീരീഡ് ഓഫ് എ കൗ 305 ദിവസവും സ്റ്റാൻഡേർഡ് ഡ്രൈ പീരീഡ് ഫോർ എ കൗ 60 ദിവസവും. ഡ്രൈ പീരീഡ് എന്താണെന്ന് വിശദമായി പിന്നീട് നോക്കാം. അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. നോർമലി മിൽക്ക് പ്രൊഡക്ഷൻ എൻഡ്സ് ആഫ്റ്റർ 1 year. സോ ടു എൻഷുർ ലാക്ടേഷൻ, cow is successfully inseminated 2 to 3 months after calving, so that there will be birth of 1 calf each year and the cow gives better lactation yield each year. Thus make the dairy farming profitable. Lactation period 305 days, dry period 60 days. പശുവിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് നിങ്ങൾ ചാപ്റ്റർ 6 വിശദമായി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഈ പിക്ചറിൽ കാണുന്നത് പോലെ പശുവിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അഥവാ പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ഓവറി, ഓവിഡക്ട്, യൂട്രസ്, സെർവിക്സ്, വജൈന, വൾവ എന്നീ ഭാഗങ്ങളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അഥവാ കൃത്രിമ ബീജദാനം നടത്തുമ്പോൾ സ്പേമും ഓവവും കൂടി ഫെർട്ടിലൈസേഷൻ നടക്കുകയും അങ്ങനെയുണ്ടാകുന്ന എംബ്രിയോ യൂട്രസിൽ അറ്റാച്ച് ചെയ്ത് വളരുകയും ചെയ്യുന്നു. പിന്നീടുള്ള വളർച്ച യൂട്രസിലാണ് നടക്കുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു എംബ്രിയോ ഉണ്ടായി, ആ എംബ്രിയോ വളർന്ന് ഗർഭസ്ഥാവസ്ഥയിലുള്ള കന്നുകുട്ടി അഥവാ ഫീറ്റസ് ആകുന്നു. ഈ ഫീറ്റസ് പൂർണ്ണ വളർച്ചയെത്തി പ്രസവത്തോടെ യൂട്രസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പാർച്യൂറിഷൻ എന്ന് പറഞ്ഞാൽ പ്രസവം. ഇത്രയും പീരീഡിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് അഥവാ ഗർഭകാലം എന്ന് പറയുന്നത്. അതായത് പീരീഡ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു പാർച്യൂറിഷൻ ഈസ് കോൾഡ് ജസ്റ്റേഷൻ പീരീഡ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് മുതൽ പൂർണ്ണ വളർച്ചയെത്തിയ കന്നുകുട്ടി യൂട്രസിൽ നിന്ന് പുറത്തു വരുന്നത് വരെയുള്ള പീരീഡാണ് ജസ്റ്റേഷൻ പീരീഡ്. പശുവിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് ഏകദേശം 280 ദിവസമാണ്. 280 ദിവസമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. ഇത് 5 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആകാം. അതാണ് 280 ± 5 days. ബഫലോയുടെ ജസ്റ്റേഷൻ പീരീഡ് 300 മുതൽ 310 ദിവസം വരെ ആകാം. ഫീറ്റസ് യൂട്രസിൽ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് വളരുന്നതെന്ന് നോക്കാം. ഫീറ്റസിനെ ചുറ്റി 3 ഫീറ്റൽ മെംബ്രെയിൻസ് ഉണ്ട്. അവ ആംനിയോൺ, കോറിയോൺ, അലൻറ്റോയ്സ് എന്നിവയാണ്. ഫീറ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എക്സ്ക്രീഷനും ന്യൂട്രീഷനുമൊക്കെ സഹായിക്കുന്നത് ഈ 3 ഫീറ്റൽ മെംബ്രെയിൻസ് ആണ്. അവയെ 3നെയും ചേർത്താണ് പ്ലാസൻഡ എന്ന് പറയുന്നത്. ഈ പ്ലാസൻഡ അഥവാ ഫീറ്റൽ മെംബ്രെയിൻസ് യൂട്രസിനുള്ളിലെ ലൈനിങ് ആയ എൻഡോമെട്രിയവുമായി അറ്റാച്ച് ചെയ്യുന്നു. കാറ്റിലിൽ പ്ലാസൻഡ എൻഡോമെട്രിയവുമായി അറ്റാച്ച് ചെയ്യുന്നത് പ്ലാസെൻഡോം എന്ന സ്ട്രക്ചറിൽ കൂടിയാണ്. ഫീറ്റൽ പാർട്ടിലെ കോട്ടിലീഡൻസ് എന്ന ഭാഗവും മദറിൻ്റെ യൂട്രസിലെ കാരങ്കിൾസ് എന്ന ഭാഗവും ചേർന്നാണ് പ്ലാസെൻഡോം ഉണ്ടാകുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്ന് 30-36 ദിവസം കൊണ്ട് പ്ലാസെൻഡോംസ് വഴി ഫീറ്റസ് യൂട്രസിലേക്ക് ഫേമായി അറ്റാച്ച് ചെയ്യുന്നു. പ്രഗ്നൻസി ഡിറ്റർമിനേഷൻ. കൃത്രിമ ബീജദാനം അഥവാ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് ശേഷം പശു പ്രഗ്നൻ്റ് ആയോ എന്ന് എങ്ങനെ അറിയാം? ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമതായി സെസേഷൻ ഓഫ് ഈസ്ട്രം. നിങ്ങൾക്കറിയാം, പ്രായപൂർത്തിയായ ഒരു കിടാരി അല്ലെങ്കിൽ ഒരു പശു പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ഓരോ 21 ദിവസം കൂടുന്തോറും അത് മതിലക്ഷണം അഥവാ ഹീറ്റ് സൈൻസ് കാണിക്കാറുണ്ട്.
ഈ ഹീറ്റ് സൈൻസ് കാണിക്കുമ്പോഴാണ് പശുവിനെ ഇൻസെമിനേറ്റ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്ത് പശു പ്രഗ്നൻ്റ് ആയാൽ അടുത്ത 21 ദിവസം കഴിഞ്ഞ് പശുമതി ലക്ഷണം കാണിക്കില്ല. അതായത് ദ ആനിമൽ വിൽ നോട്ട് ഷോ ഹീറ്റ് സൈൻസ് അറ്റ് ദ ഇൻ്റർവെൽ ഓഫ് 21 days ഇഫ് ദ ആനിമൽ ഈസ് പ്രഗ്നൻറ്റ്. പക്ഷെ ചില ആനിമൽസ് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാലും ഹീറ്റ് സൈൻസ് കാണിക്കാറുണ്ട്. ഇതിനെ ജസ്റ്റേഷണൽ ഹീറ്റ് എന്ന് പറയും. സോ ഈ മെത്തേഡിൽ പ്രഗ്നൻസിയുടെ ഒരു സൂചന മാത്രമേ ലഭിക്കുന്നുള്ളൂ, കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രഗ്നൻസി എങ്ങനെ കൺഫേം ചെയ്യാം? ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് റെക്ടൽ പാൽപേഷൻ ഓഫ് യൂട്രസ്. ഞാൻ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എംബ്രിയോ യൂട്രസിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ കൺഫർമേഷന് വേണ്ടി റെക്ടൽ പാൽപേഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കാം. ആനിമലിൻ്റെ രക്തത്തിൽ കൂടി കൈകടത്തി യൂട്രസിൻ്റെ സൈസ് നോക്കിയാണ് പ്രഗ്നൻസി ചെക്ക് ചെയ്യുന്നത്. പിക്ചറിൽ കാണുന്ന പോലെ ഓരോ മാസം കഴിയുമ്പോഴും ഫീറ്റസ് വളരുന്നതനുസരിച്ച് യൂട്രസിൻ്റെ സൈസ് വലുതായിക്കൊണ്ടിരിക്കും. പ്രൊഫഷണലി എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യക്തിക്ക് 45-60 ദിവസം മുതൽ തന്നെ യൂട്രസിൻ്റെ ഈ സൈസ് ഡിഫറൻസ് മനസ്സിലാക്കാം. അടുത്ത കൺഫർമേറ്ററി മെത്തേഡാണ് അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ച് നമുക്ക് ഏർലി ഡയഗ്നോസിസ്, അതായത് 22ാമത്തെ ദിവസം മുതൽ തന്നെ പ്രഗ്നൻസി കൺഫേം ചെയ്യാവുന്നതാണ്. ന്യൂട്രീഷണൽ മാനേജ്മെൻറ്റ്. കന്നുകുട്ടികളുടെ ശാരീരിക വളർച്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തള്ളപ്പശുക്കൾക്ക് അവയുടെ ഗർഭകാലത്ത്, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിലുള്ള കിടാവിൻ്റെ വളർച്ച ഏറ്റവും കൂടിയ അവസാന 3 മാസത്തിൽ കൃത്യമായ കണക്കിൽ ഗുണനിലവാരമുള്ള ഭക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഫീഡ്, ഫോഡർ ആൻഡ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. Feed given should be balanced ration with carbohydrate, fat, protein, calcium, phosphorus, trace minerals and vitamins. ഒരു പ്രഗ്നൻ്റ് കാറ്റലിന് ഉയർന്ന അളവിൽ പ്രോട്ടീനും ഊർജവും അടങ്ങിയ കോൺസെൻട്രേറ്റും ഫോഡറും ഫീറ്റസിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ധാതു ലവണങ്ങളും വൈറ്റമിൻസും നൽകേണ്ടതാണ്. ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും ലഭ്യമാക്കണം. Feed should contain DCP 16-18% and TDN 70%. പ്രഗ്നൻ്റ് പശുക്കൾക്ക് നൽകുന്ന ആഹാരത്തിൽ 16 മുതൽ 18% ഡൈജസ്റ്റബിൾ ക്രൂഡ് പ്രോട്ടീൻ അഥവാ DCPയും 70% ടോട്ടൽ ഡൈജസ്റ്റബിൾ ന്യൂട്രിയൻസ് അഥവാ TDNും അടങ്ങിയിരിക്കണം. ഡ്യൂറിംഗ് ഏർലി സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി, നോ നീഡ് ഫോർ സ്പെഷ്യൽ പ്രഗ്നൻസി റേഷൻ. പ്രഗ്നൻസിയുടെ ആദ്യഘട്ടത്തിൽ, അതായത് പ്രഗ്നൻസിയുടെ ആദ്യത്തെ 5 മാസത്തോളം സ്പെഷ്യൽ പ്രഗ്നൻസി റേഷൻ്റെ ആവശ്യം ഇല്ല. ആഫ്റ്റർ 5 months, when the fetal growth is rapid, special pregnancy ration should be given in addition to maintenance and production ration. Pregnancy ration for indigenous cattle, extra 1.25 kg concentrate. For crossbred cattle and buffalo, extra 1.75 kg concentrate. Green fodder 15 to 20 kg, straw or dry fodder 4 to 5 kg. 5 മാസത്തിന് ശേഷം 6ാമത്തെ മാസം മുതൽ ഗർഭാവസ്ഥയിലുള്ള കിടാവിൻ്റെ വളർച്ച കൂടുതലാവുന്ന സമയത്ത് സാധാരണ കൊടുക്കുന്ന മെയിൻ്റനൻസ് റേഷനും പ്രൊഡക്ഷൻ റേഷനും കൂടാതെ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്പെഷ്യൽ പ്രഗ്നൻസി റേഷനും നൽകേണ്ടതാണ്. ഇത് നാടൻ പശുക്കൾക്ക് എക്സ്ട്രാ 1.25 കിലോ കോൺസെൻട്രേറ്റും സങ്കരയിനം പശുക്കൾക്കും ബഫലോയ്ക്കും എക്സ്ട്രാ 1.25 കിലോ കോൺസെൻട്രേറ്റ് എന്ന നിരക്കിലാണ് നൽകേണ്ടത്. ഇതുകൂടാതെ പച്ചപ്പുല്ല് 15 മുതൽ 20 കിലോഗ്രാമും വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ല് 4 മുതൽ 5 കിലോഗ്രാമും കൊടുക്കാം. Laxative feed may be included in the ration a few days before and after calving. Bran, green grass, etc. are good for this purpose. കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായി ചാണകം അയഞ്ഞു പോകുന്ന തരത്തിലുള്ള ഫുഡ് കാവിങ്ങിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ശേഷവും കൊടുക്കേണ്ടതാണ്. ഇതിനുവേണ്ടി കൂടുതൽ തവിട്, പച്ചപ്പുല്ല് എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. ഹൗസിംഗ്. ഗർഭിണി പശുക്കളുടെ പാർപ്പിട സൗകര്യം എങ്ങനെയായിരിക്കണം? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഡു നോട്ട് മിക്സ് വിത്ത് അതർ ആനിമൽസ്. മറ്റു പശുക്കളുമായി ഇടകലർത്തരുത്. കാരണം അവ മറ്റ് ആനിമൽസുമായി ഫൈറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്ത് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവോയ്ഡ് സ്ലിപ്പറി ഫ്ലോർ ടു പ്രിവെൻറ്റ് fall and injury to the cattle.
ആനിമൽസ് വഴുതി വീണ് ഇഞ്ചുറി ഉണ്ടാകുന്നത് തടയാൻ വഴുക്കലുള്ള തറ ഒഴിവാക്കണം. പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്ട്രീം ക്ലൈമറ്റ്. കഠിനമായ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണം കൊടുക്കണം. 2 to 3 weeks before calving, isolate the animal from other animals, or in loose housing system, shift the animal to a calving pen and can remain there 3 to 5 days after calving. ലൂസ് ഹൗസിംഗ് സിസ്റ്റത്തിൽ പ്രഗ്നൻ്റ് ആനിമൽസിനെ പ്രസവത്തിന് വേണ്ടിയുള്ള പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റണം. ഈ പ്രത്യേക സ്ഥലത്തെ കാവിംഗ് പെൻ എന്നാണ് പറയുന്നത്. അണുനാശിനി തളിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കിയ കാവിംഗ് പെന്നിലേക്ക് പ്രസവം പ്രതീക്ഷിക്കുന്നതിന് 2-3 ആഴ്ച മുൻപ് തന്നെ പശുക്കളെ മാറ്റേണ്ടതാണ്. കാവിംഗ് കഴിഞ്ഞ് 3 മുതൽ 5 ദിവസം വരെ പശുക്കളെ ഇവിടെ നിർത്താം. There should be 1 calving pen for every 20 animals. ഒരു ഫാമിൽ 20 പശുക്കൾക്ക് ഒരു കാവിംഗ് പെൻ എന്ന നിരക്കിൽ ഉണ്ടാവേണ്ടതാണ്. പശുക്കളുടെ പ്രസവത്തിന് വേണ്ടിയുള്ള പ്രത്യേക സ്ഥലം അഥവാ കാവിംഗ് പെന്നിനെ കുറിച്ച് കൂടുതൽ അറിയാം. ഏരിയ 12 സ്ക്വയർ മീറ്റേഴ്സ്. ഇറ്റ് ഹാസ് എ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഏരിയ. കാവിംഗ് പെന്നിന് 12 സ്ക്വയർ മീറ്റർ ഏരിയ ഉണ്ടാവണം. ഇതിന് പിക്ചറിൽ കാണുന്ന പോലെ ഒരു ക്ലോസ്ഡ് ഏരിയയും ഓപ്പൺ ഏരിയയും ഉണ്ടായിരിക്കും. സോഫ്റ്റ് ബെഡിംഗ് മെറ്റീരിയൽ ഷുഡ് ബി പ്രൊവൈഡഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 30 centimeters. ചണച്ചാക്കോ വൈക്കോലോ പോലുള്ള മൃദുവായ വസ്തുക്കൾ ഉപയോഗിച്ച് തറയിൽ 30 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വിരിപ്പ് ഒരുക്കുന്നത് നല്ലതാണ്. ദ ഫ്ലോർ ഷുഡ് ബി നോൺ സ്ലിപ്പറി ആൻഡ് ഹാവ് ഇൻഡിപെൻഡൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം. വഴുക്കലില്ലാത്ത തറയായിരിക്കണം. കാവിംഗ് പെന്നിന് മാത്രമായി ഒരു അഴുക്കുചാൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വിത്ത് ആഡിക്വേറ്റ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. നല്ല വെളിച്ചവും വായുസഞ്ചാരവും ഉള്ളതായിരിക്കണം കാവിംഗ് പെൻ. പ്രസവം അടുക്കുന്ന നാളുകളിൽ കാവിംഗ് പെന്നിലുള്ള പശുക്കളെ പ്രത്യേകം നിരീക്ഷിക്കേണ്ടതാണ്. ഹെൽത്ത് കെയർ. ഒരു പ്രഗ്നൻ്റ് കാറ്റലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? മിനിമൈസ് സ്ട്രെസ്. നല്ല മാനേജ്മെൻറ്റ് പ്രാക്ടീസസിലൂടെ ആനിമൽസിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ശ്രമിക്കണം. പ്രൊട്ടക്റ്റ് ദ ആനിമൽ ഫ്രം ടിക്സ് ആൻഡ് അതർ പാരസൈറ്റ്സ്. ബാഹ്യപരാധങ്ങളില്ലാതെ ശ്രദ്ധിക്കുക. വാക്സിനേറ്റ് പ്രഗ്നൻ്റ് ആനിമൽസ് എഗൻസ്റ്റ് കണ്ടേജിയസ് ഡിസീസസ് ബിഫോർ 6 months ഓഫ് പ്രഗ്നൻസി. സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പ്രഗ്നൻസിയുടെ 6 മാസത്തിന് മുൻപ് തന്നെ വാക്സിനേഷൻ നടത്തണം. ഗീവ് ഡിവേമിംഗ് മെഡിസിൻ അറ്റ് 3, 6 and 8 months ഓഫ് പ്രഗ്നൻസി അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ വെറ്റനറിയൻ. പ്രഗ്നൻസിയുടെ 3, 6, 8 മാസങ്ങളിൽ ഒരു വെറ്റനറി ഡോക്ടറുടെ ഉപദേശപ്രകാരം വിരമരുന്ന് കൊടുക്കണം. ചില വിരമരുന്നുകൾ പ്രഗ്നൻസി ടൈമിൽ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വെറ്റനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിരമരുന്ന് കൊടുക്കണമെന്ന് പറയുന്നത്. പ്രൊവൈഡ് ആഡിക്വേറ്റ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും പശുവിന് ലഭ്യമാക്കണം. അവോയ്ഡ് കാസ്റ്റിംഗ് ഓഫ് പ്രഗ്നൻ്റ് ആനിമൽസ്. ഇഫ് നെസസറി കാസ്റ്റ് ടു ദ ലെഫ്റ്റ് സൈഡ് ആസ് യൂട്രസ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. പശുവിനെ എക്സാമിൻ ചെയ്യുന്നതിനോ ട്രീറ്റ്മെൻറ്റിനോ മറ്റോ പശുവിനെ തറയിലേക്ക് മറിച്ചിടുന്നതിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആനിമൽസിനെ കാസ്റ്റിംഗ് ചെയ്യരുത്. ട്രീറ്റ്മെൻറ്റിനോ മറ്റോ കാസ്റ്റിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെങ്കിൽ ആനിമലിൻ്റെ ഇടത് സൈഡിലേക്ക് വേണം മറിച്ചിടാൻ. കാരണം വലതു സൈഡിൽ യൂട്രസ് ഉണ്ട്. ഡ്രൈ പീരീഡ് 2 months for cows and 3 months for buffaloes before the expected date of delivery. പ്രസവത്തിന് മുൻപ് കറവ വറ്റിച്ച് പാലുൽപാദനം നിർത്തുന്ന പീരീഡാണ് ഡ്രൈ പീരീഡ് അഥവാ വറ്റുകാലം. പശുക്കളിൽ ഇത് പ്രസവം പ്രതീക്ഷിക്കുന്നതിന് 2 മാസം മുൻപും ബഫലോസിൽ 3 മാസം മുൻപുമാണ് ചെയ്യേണ്ടത്. കീപ് ദ റെക്കോർഡ് ഓഫ് ബ്രീഡിംഗ് ആക്ടിവിറ്റീസ്, വാക്സിനേഷൻ, ഡീവേമിംഗ്, ട്രീറ്റ്മെൻറ്റ് എക്സെട്ര. ഫാമിലെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും അതായത് ബ്രീഡിംഗ്, വാക്സിനേഷൻ, ഡീവേമിംഗ്, ട്രീറ്റ്മെൻറ്റ് എന്നിവയുടെ എല്ലാം റെക്കോർഡ് സൂക്ഷിക്കുക. കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ദ കൗ നിയറിംഗ് കാവിംഗ് ആൻഡ് ലുക്ക് ഫോർ ദ സൈൻസ് ഓഫ് പാർച്ചുറിഷൻ. പ്രസവം അടുക്കാറായ നാളുകളിൽ പശു പ്രസവ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് സ്ഥിരമായി നിരീക്ഷിക്കേണ്ടതാണ്. ഇഫ് ഡെലിവറി ഈസ് ഡിലേഡ് കൺസൾട്ട് എ വെറ്റനറിയൻ. പല കാരണങ്ങളാൽ
പ്രസവ തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ പ്രസവ സമയം കഴിഞ്ഞിട്ടും ആനിമൽ പ്രസവിക്കാതിരുന്നാൽ ഒരു വെറ്ററിനറി ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. ഡ്രൈയിങ് അപ്പ് ബിഫോർ പാർച്ചുറിഷൻ. പ്രസവത്തിന് മുൻപ് കറവ വറ്റിക്കുക. നമ്മൾ മുൻപ് പറഞ്ഞ ഡ്രൈ പീരീഡ് അഥവാ വറ്റുകാലം എന്താണ്, എന്തിനാണ്, കൂടാതെ എങ്ങനെയാണ് ഡ്രൈ പീരീഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. ഗുഡ് ഡയറി ആനിമൽസ് നീഡ് മിനിമം 60 days of rest between lactation periods so that it may be in proper condition for best production during the following lactation. This non-lactating period is called a dry period. പ്രസവത്തിന് മുൻപ് കറവ വറ്റിച്ച് പാലുൽപാദനം നിർത്തുന്ന പീരീഡിനെയാണ് ഡ്രൈ പീരീഡ് അഥവാ വറ്റുകാലം എന്ന് പറയുന്നത്. 2 ലാക്ടേഷൻ പീരീഡിനിടയ്ക്കുള്ള നോൺ ലാക്ടേറ്റിംഗ് അഥവാ പാലുൽപാദനമില്ലാത്ത പീരീഡാണിത്. പശുക്കളിൽ പ്രസവത്തിന് മുൻപുള്ള 60 ദിവസം, അതായത് 2 മാസവും ബഫലോസിൽ 3 മാസവുമാണ് ഡ്രൈ പീരീഡ്. ഇനി എന്തിനാണ് ഡ്രൈ പീരീഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ടു റെസ്റ്റ് ദ മിൽക്ക് സെക്രീറ്ററി ഓർഗൻ. പശുവിൻ്റെ മിൽക്ക് സെക്രീറ്ററി ഓർഗനായ മാമറി ഗ്ലാൻഡ് അഥവാ അഡറിന് റെസ്റ്റ് കൊടുക്കുക. അലൗ ദ യൂസ് ഓഫ് ന്യൂട്രിയൻസ് ഫോർ ഫീറ്റൽ ഡെവലപ്മെൻറ്റ്. ഗർഭാവസ്ഥയിലുള്ള കന്നുകുട്ടിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ പോഷണം ലഭിക്കാൻ. പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ ഫീറ്റസിൻ്റെ വളർച്ച വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പാലുൽപാദനം കൂടി നടക്കുകയാണെങ്കിൽ ഫീറ്റസിന് ആവശ്യമുള്ള പോഷകങ്ങൾ ലഭിക്കില്ല. അതുകൊണ്ട് പാലുൽപാദനം നിർത്തി കൂടുതൽ പോഷണം ഫീറ്റസിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാം. ബിൽഡ് അപ്പ് ബോഡി റിസർവ്. ആനിമലുടെ ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ ശേഖരിച്ചു വെക്കുക. പാലുൽപാദനം എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നാൽ പശു ക്ഷീണിച്ചു പോകും. സോ പാലുൽപാദനം നിർത്തി പശുവിൻ്റെ ബോഡി കണ്ടീഷൻ മെച്ചപ്പെടുത്താം. റീപ്ലനിഷ് ന്യൂട്രിയൻസ് ഫോർ നെക്സ്റ്റ് ലാക്ടേഷൻ. ന്യൂട്രിയൻസ് ശരീരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുക. അങ്ങനെ അടുത്ത കറവയ്ക്ക് വേണ്ടി ശരീരത്തെ സജ്ജമാക്കുക. ഇതൊക്കെയാണ് ഡ്രൈ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ. അടുത്തത് മെത്തേഡ്സ് ഫോർ ഡ്രൈയിങ് അപ്പ്. 3 മെത്തേഡ്സാണ് കറവ വറ്റിക്കാൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻ്റർമിറ്റൻറ്റ് മിൽക്കിംഗ്. Cow is milked once in a day for a while, then once in alternate days and finally stopped. അതായത് ഇടയ്ക്കിടയ്ക്ക് മാത്രം കറക്കുക. ദിവസം 2 നേരം കറക്കുന്ന പശുവാണെങ്കിൽ കുറച്ചുനാൾ ദിവസം 1 നേരം കറക്കുക. അതിനുശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ 1 നേരം കറക്കുക. അങ്ങനെ ക്രമേണ കറവ അവസാനിപ്പിക്കുക. സെക്കൻഡ് വൺ, ഇൻകംപ്ലീറ്റ് മിൽക്കിംഗ്. Milk will not be completely collected for first few days, then milked incompletely in alternate days, finally stopped. പാൽ പൂർണ്ണമായും കറക്കാതിരിക്കുക. കുറച്ചുനാൾ പാൽ അകിടിൽ നിന്ന് പൂർണ്ണമായും കറക്കാതിരിക്കുക. ഇത് പിന്നീട് ഒന്നിടവിട്ട ദിവസങ്ങളിലാക്കുക, ക്രമേണ നിർത്തുക. തേർഡ് വൺ, അബ്രപ്റ്റ് സെസേഷൻ ഓഫ് മിൽക്കിംഗ്. ഗുഡ് മെത്തേഡ് ഫോർ low producers. Withdraw all concentrate feed and reduce roughage to half 3 days before the expected date of drying. Reduction in feed will reduce the milk flow. പാൽ കറക്കുന്നത് പെട്ടെന്ന് നിർത്തുക. ഇത് വളരെ കുറച്ച് മാത്രം പാൽ തരുന്ന പശുക്കളിൽ യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ്. കറവ വറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിന് 3 ദിവസം മുൻപ് പശുവിൻ്റെ ആഹാരത്തിൽ നിന്ന് ഫുൾ കോൺസെൻട്രേറ്റ് ഫീഡും പകുതി റഫേജ് ഫീഡും പിൻവലിക്കുക. തീറ്റയിലുണ്ടാകുന്ന ഈ കുറവ് പാലുൽപാദനം നിർത്താൻ സഹായിക്കുന്നു. ഹെൽത്ത് കെയർ കഴിഞ്ഞ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. പാർച്ചുറിഷൻ മാനേജ്മെൻറ്റ്. പാർച്ചുറിഷൻ എന്ന് പറഞ്ഞാൽ പ്രസവം. ദ ആക്ട് ഓഫ് പാർച്ചുറിഷൻ ഇൻ കാറ്റിൽ ഇസ് കോൾഡ് കാവിംഗ്. പശുവിൻ്റെ പ്രസവത്തിന് പറയുന്ന പേരാണ് കാവിംഗ്. ഒരു പശു പ്രസവത്തിന് മുമ്പ് കാണിക്കുന്ന ലക്ഷണങ്ങൾ, സൈൻസ് ഓഫ് പാർച്ചുറിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ആനിമൽസ് ടെൻഡ് ടു സെഗ്രിഗേറ്റ് ദംസെൽസ് ഫ്രം അതർ ആനിമൽസ്. പ്രസവം അടുക്കാറായ പശുക്കൾ മറ്റ് ആനിമൽസിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. റിലാക്സേഷൻ ഓഫ് പെൽവിക് ലിഗമെൻറ്റ്സ് നോട്ടഡ് ബൈ ഇലവേഷൻ ഓഫ് ടെയിൽ ഹെഡ്. പെൽവിക് ഭാഗത്തെ ലിഗമെൻറ്റ്സ് അയയുന്നത് കൊണ്ട് ടെയിൽ ഹെഡ് ഉയർന്നു കാണപ്പെടും. വൾവ ബിക്കംസ് എഡിമാറ്റസ് 2 to 6 times its normal size.
വൾവ വീർത്ത് സാധാരണയിൽ നിന്ന് 2 മുതൽ 6 മടങ്ങ് വലുപ്പത്തിൽ കാണപ്പെടും. അഡർ becomes enlarged and edematous. Teats get filled with colostrum. അഡറും ടീറ്റും കന്നിപ്പാൽ നിറഞ്ഞ് വീർത്തിരിക്കും. Thick mucus discharge from vagina. The discharge will become thin as the cow approaching parturition. വജൈനയിൽ നിന്ന് കട്ടിയുള്ള വഴുവഴുപ്പുള്ള ഡിസ്ചാർജ് ഉണ്ടാകും. പ്രസവം അടുക്കുംതോറും ഈ ഡിസ്ചാർജ് കട്ടി കുറഞ്ഞതാവും. Cow will become restless and anorectic. Animals will show signs of pain and lie down and rise. പശു ആകെ അസ്വസ്ഥയാവുകയും ഭക്ഷണത്തോട് വിരക്തി കാണിക്കുകയും ഇടയ്ക്കിടെ എഴുന്നേൽക്കുകയും കിടക്കുകയും വേദനയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും. The stages of parturition. പശുവിൻ്റെ പ്രസവത്തിന് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. The first stage of opening cervix. ആദ്യത്തെ സ്റ്റേജിൽ സെർവിക്സ് ഓപ്പൺ ആകുന്നു. The second stage of expulsion of fetus. രണ്ടാമത്തെ സ്റ്റേജിൽ കുട്ടി പുറത്തേക്ക് വരുന്നു. The third stage of expulsion of fetal membranes. മൂന്നാമത്തെ സ്റ്റേജിൽ ഫീറ്റൽ മെംബ്രെയിൻസ് അഥവാ മറുപിള്ള പുറത്തേക്ക് വരുന്നു. ഇനി നമുക്ക് ഓരോ സ്റ്റേജും വിശദമായി നോക്കാം. The first stage of opening cervix. Last 2 to 6 hours. There will be active contractions of uterus and opening of cervix. Uterine contractions force the fetal membranes and fluid into the relaxed cervix. Stage ends with the rupture of first water bag, that is allantoic sac. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുട്ടി പുറത്തേക്ക് വരാനുള്ള ഒരു പാത ഒരുക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇതിനെ ബർത്ത് കനാൽ എന്ന് പറയും. ജസ്റ്റേഷൻ പീരീഡിൽ കുട്ടി യൂട്രസിൽ കിടക്കുമ്പോൾ സെർവിക്സിനെ ഒരു മ്യൂക്കസ് പ്ലഗ് അഥവാ സെർവൈക്കൽ പ്ലഗ് കൊണ്ട് അടച്ചു വച്ചിരിക്കുകയാണ്. സെർവൈക്കൽ പ്ലഗ് പോയി സെർവിക്സ് റിലാക്സ് ആകുമ്പോൾ യൂട്രസും സെർവിക്സും വജൈനയും കൂടി ഒരു ട്യൂബ് പോലെ ബർത്ത് കനാൽ ഫോം ചെയ്യുന്നു. അതാണ് ആദ്യത്തെ സ്റ്റേജ്, ഓപ്പണിംഗ് ഓഫ് സെർവിക്സ്. യൂട്രൈൻ കൺട്രാക്ഷൻസ് കുട്ടിയെ സെർവിക്സിലേക്ക് തള്ളുന്നു. ആദ്യത്തെ വാട്ടർ ബാഗായ അലന്റോയിക് സാക്ക് പൊട്ടുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റേജ് അവസാനിക്കുന്നത്. ആദ്യത്തെ പിക്ചറിൽ സെർവിക്സ് ക്ലോസ്ഡ് ആണ്. രണ്ടാമത്തെ പിക്ചറിൽ മ്യൂക്കസ് പ്ലഗ് പോയതിനു ശേഷം യൂട്രസും സെർവിക്സും വജൈനയും ചേർന്ന് ഒരു ബർത്ത് കനാൽ രൂപപ്പെട്ടിരിക്കുന്നതായി കാണാം. The second stage of expulsion of fetus. Duration 30 minutes to 3 hours. Entrance of fetus into the dilated birth canal. Rupture of second water bag amnion and expulsion of fetus through vulva. രണ്ടാമത്തെ സ്റ്റേജ് കുട്ടി പുറത്തേക്ക് വരുന്ന സ്റ്റേജാണ്. ഈ സ്റ്റേജ് 30 മിനിറ്റ് മുതൽ 3 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നു. ഫീറ്റസ് തുറന്നിരിക്കുന്ന സെർവിക്സിലേക്ക് എത്തുകയും രണ്ടാമത്തെ വാട്ടർ ബാഗ് അഥവാ തണ്ണീർക്കുടമായ ആംനിയോൺ പൊട്ടുകയും കുട്ടി വൾവയിൽ കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. പിക്ചറിൽ വാട്ടർ ബാഗ് പുറത്തേക്ക് വരുന്നതും കന്നുകുട്ടിയുടെ കാലുകൾ പുറത്തേക്ക് വരുന്നതും കുട്ടി പൂർണ്ണമായും പുറത്തു വരുന്നതും അവസാനത്തെ പിക്ചറിൽ പശു എഴുന്നേറ്റ് കന്നുകുട്ടിയെ നക്കുന്നതും കാണാം. The third stage of expulsion of fetal membranes. Suckling by the calf stimulates the release of oxytocin and helps in uterine contraction to expel placenta. Duration normally 2 to 12 hours. If not expelled after 12 hours of calving, seek veterinary aid. മൂന്നാമത്തെ സ്റ്റേജ് കുട്ടിയെ പൊതിഞ്ഞിരിക്കുന്ന ഫീറ്റൽ മെംബ്രെയിൻസ് അഥവാ പ്ലാസൻഡ അഥവാ മറുപിള്ള പുറത്തു വരുന്ന സ്റ്റേജാണ്. കന്നുകുട്ടി തള്ളപ്പശുവിൻ്റെ അകിടിൽ നിന്ന് കന്നിപ്പാൽ കുടിക്കുമ്പോൾ തള്ളപ്പശുവിൻ്റെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹോർമോൺ യൂട്രസിൻ്റെ കൺട്രാക്ഷനും അതുവഴി ഫീറ്റൽ മെംബ്രെയിൻസ് അഥവാ പ്ലാസൻഡ പുറത്തു തള്ളാനും സഹായിക്കുന്നു. സാധാരണയായി 2 മുതൽ 12 മണിക്കൂറിനുള്ളിൽ ഫീറ്റൽ മെംബ്രെയിൻസ് പുറത്തു പോവാറുണ്ട്. 12 മണിക്കൂർ കഴിഞ്ഞിട്ടും ഫീറ്റൽ മെംബ്രെയിൻസ് പുറത്തു പോയില്ലെങ്കിൽ വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. പിക്ചറിൽ പ്രസവത്തിന് ശേഷം യൂട്രസിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള ഫീറ്റൽ മെംബ്രെയിൻസ് പുറത്തു പോകുന്നത് കാണാം. ഇത്രയുമാണ് കെയർ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പ്രഗ്നൻറ്റ് ആനിമൽസ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ടു സമ്മറൈസ്,
Proper care and management of pregnant cattle is very important, as it provides good milking yield in the next lactation and a good healthy calf for next generation. ഓരോ കറവയിലും മികച്ച പാലുൽപാദനം ലഭിക്കാനും അടുത്ത തലമുറയിലേക്ക് വേണ്ട ആരോഗ്യമുള്ള കന്നുകുട്ടികളെ ലഭിക്കുന്നതിനും പ്രഗ്നൻ്റ് ആനിമൽസിൻ്റെ പരിചരണത്തിൽ അതീവ ശ്രദ്ധയും ശാസ്ത്രീയമായ പരിപാലനവും ആവശ്യമാണ്.